എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ വീണ്ടും റുക്കിയെ അന്വേഷിച്ച് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ ആ കുഞ്ഞിപ്പെണ്ണ് ഹോളോയ്ക്കും അവളുടെ ബ്രദേഴ്സിനും അവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വിട്ടുപിരിയാനായിട്ട് കഴിയില്ല. ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹമുള്ള ഒരു പറ്റം ആൾക്കാരെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സമയം ഇച്ചിഗോയോട് കെഞ്ചും. പക്ഷേ ഇച്ചിഗോ അത് മൈൻഡ് ചെയ്യില്ല. അവസാനമായിട്ട് ആ കുഞ്ഞിപ്പെണ്ണ് പറയും, മെയിൻ ഹോളോവേഴ്സ് ഉള്ള സ്ഥലം അതെനിക്കറിയാം, അവിടെയായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരി ഉണ്ടാവുക. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കണ്ടെത്താനായിട്ട് കഴിയില്ല. ഞങ്ങൾക്ക് ഈ സ്ഥലം മുഴുവനായിട്ട് അറിയാം. സോ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അത് കേട്ട് ഇച്ചിഗോ അവൻ രണ്ടാമോ ചിന്തിക്കാതെ അവളെയും അവരുടെ കൂടെ കൂട്ടുകയാണ്. പിന്നീട് വലിയൊരു മോൺസ്റ്റർ ക്രീച്ചറിന്റെ മുകളിൽ കയറി അവർ യാത്ര ആരംഭിക്കും. ഇവിടെ ഇച്ചിഗോ ആണെങ്കിൽ റുക്കിയെയും റാഞ്ചിയെയും നോക്കും. അവനാണെങ്കിൽ അവരോട് എന്തോ ഒരു അസൂയ. ഇച്ചിഗോ ആണെങ്കിൽ റുക്കിയോട് ചോദിക്കും, സത്യത്തിൽ ഇവിടേക്ക് വരാൻ നിങ്ങൾ ആരാണ് ഹെൽപ്പ് ചെയ്തത്? അതിന് റുക്കിയ പറയും, മറ്റാരുമല്ല, ക്യാപ്റ്റൻ കുച്ചിക്കി. അത് കേൾക്കേണ്ട താമസം ഹീറോ ഷോക്കാവും. കാരണം ഹീറോയുടെ കണ്ണില് കുച്ചിക്കി അവൻ വളരെ ബ്രൂട്ടലും ടബാണുമാണ്. അവനെങ്ങനെ ഇവരെ ഇവിടേക്ക് പറഞ്ഞയച്ചു ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. റുക്കിയ ആണെങ്കിൽ ഈ പിച്ചിക്കോട് പറയും, ആക്ച്വലി എൻ്റെ ബ്രദർ ആളൊരു നല്ല മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന് സൊസൈറ്റിയോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ്. മാത്രമല്ല സോൾ സൊസൈറ്റിക്ക് എതിരായിട്ട് ഒരു കാര്യം പോലും അദ്ദേഹം ചെയ്യില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്റ്റബാണായിട്ട് നിൽക്കേണ്ടി വന്നതും എന്നെ കൊല്ലാനായിട്ട് അദ്ദേഹം തയ്യാറായതും. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇമോഷൻസ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബന്ധങ്ങളുടെ വില അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ എന്ന മട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവരങ്ങനെ ഹായ് ആയിട്ടിരിക്കുമ്പോൾ റുക്കിയ അല്പം മുമ്പ് വെട്ടി താഴെയിട്ട ആ ഒരു ഹോലോ അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് അവരുടെ മുൻപിലേക്ക് വരും. റുക്കിയ ആണെങ്കിൽ ഷോക്കായിട്ട് അതിനെ തന്നെ നോക്കുകയാണ്. ഇതെങ്ങനെ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തി? ഇതിനെ ഞാൻ ഓൾറെഡി കൊന്നു കളഞ്ഞതല്ലേ? അതിന് ആ ഹോളോ പെണ്ണാണെങ്കിൽ ഇപ്പൊ അതെങ്ങനെ സംഭവിച്ചുവെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഇതൊരു ഇമ്മോർട്ടലാണ്, അത്ര എളുപ്പത്തിൽ അതിനെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട റുക്കിയയും റാഞ്ചിയും അവർ രണ്ടുപേരും അവരുടെ ഫുൾ സ്ട്രെങ്ത് അതങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അവർ ട്രാവൽ ചെയ്യുന്ന ആ ബീസ്റ്റിന് മുകളിലേക്ക് എടുത്തു ചാടും. വേദനയിൽ ആ ബീസ്റ്റ് ആണെങ്കിൽ പൊളയാണ്. ആ ക്രീച്ചർ ആണെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടി മുൻപോട്ടേക്ക് പോവും. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെ കൺട്രോൾ പോയി താഴേക്ക് വീഴുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ക്രീച്ചറിന്റെ ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ മുറുകെ പിടിച്ചു കിടക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഫോറസ്റ്റ് കാണും. അതില് ഒരുപാട് നാനോ ഹോലോസ് നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ക്രീച്ചർ ആണെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടും. നമ്മുടെ ആൾക്കാർ എല്ലാവരും അതിന്റെ മുകളിൽ നിന്ന് തെറിച്ച് താഴെ വീഴുകയാണ്. ഇച്ചിഗോയുടെ മുകളിലേക്ക് ഹോലോ ബ്രദേഴ്സ് അവരങ്ങനെ അടിച്ചു വീണ് ഇച്ചിഗോ ചമ്മന്തിയാവും. ഇവിടെ കണ്ണാടിപ്പയനാണെങ്കിൽ ആ നാനോസിനെ തന്നെയായിരിക്കും നോക്കുക. അവരിപ്പോ ഓൾമോസ്റ്റ് ഹോളോസ്, നാനോസ്, അലങ്കാർസ് ഒക്കെ ഉള്ള ആ ഒരു എൻട്രി ലെവലിൽ എത്തിയെന്ന് അവർ തിരിച്ചറിയും. ഹീറോയും ടീമും ആണെങ്കിൽ ഒരു വിധത്തില് പതിയെ എഴുന്നേറ്റ് നിൽക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവിടെ എത്തുമ്പോൾ തന്നെ ബാഡ് ആയിട്ടുള്ള ചില ഫീലിങ്സ് വരികയാണ്. അവൻ ആ ഹോലോ കുഞ്ഞിപ്പെണ്ണിനോടും അവളുടെ ബ്രദേഴ്സിനോടും ഇതെവിടെയാണ്, നമുക്കിപ്പോ എന്താ സംഭവിക്കണേന്ന് ചോദിക്കും. അതിന് അവള് പറയും നമ്മൾ സത്യത്തിൽ ഇപ്പൊ വലിയ അപകടത്തിലാണ്. ഇവിടെ ഒരുപാട് ഹോലോസും അരങ്കാസും ഒക്കെ ഉണ്ട്. അവര് വളരെ ബ്രൂട്ടലാണ്. നമ്മളെ എല്ലാവരെയും അവരെന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ഒരു സ്ഥലത്തിന് ഫോറസ്റ്റ് ഓഫ് നാരോസ് എന്നാണ് പറയുക. അതായത് ഹോലോസിന്റെ താഴ്വര. കണ്ണാടിപ്പയനാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് യാതൊരു കൂസരവുമില്ല. ആള് പറയും, ഇവിടെ എത്ര പവർഫുൾ ആയ അരങ്കാസ് ഉണ്ടെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ മുൻപോട്ട് വെച്ച കാല് അത് മുൻപോട്ട് തന്നെ. സോ മുൻപോട്ടേക്ക് പോകാനുള്ള വഴി അത് ഞങ്ങൾക്ക് പറഞ്ഞതാ. അത് കേട്ട് ആ കുഞ്ഞിപ്പെണ്ണ് ഹോളോ അവൾ പേടിക്കും. ഇച്ചിഗോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഇത്രയും പേരില്ലേ, നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. അതിന് അവളാണെങ്കിൽ ഹീറോയോട് പറയും, സത്യത്തില് ഞങ്ങൾ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല, മുകളിലേക്ക് പോകാനുള്ള വഴി അത് ഞങ്ങൾക്ക് അറിയില്ല. ഹീറോ ആണെങ്കിൽ എല്ലാവരെയും ഇപ്പൊ തിരിഞ്ഞും മറിഞ്ഞു നോക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെ ഇനി മുൻപോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും അവരുടെ കൂടെ റുക്കിയെ കാണാനില്ല എന്നുള്ള കാര്യം അവൻ ശ്രദ്ധിക്കുക. ഇച്ചിഗോ അല്പം നേരം ചിന്തിച്ച് ഇപ്പൊ റാഞ്ചിയോട് പറയും, റുക്കിക്ക് നല്ല പവറാണ്. നിലത്ത് വീണ വീഴ്ചയിൽ അവൾ സ്പിൻ ചെയ്ത് മറ്റേതെങ്കിലും ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവും. റാഞ്ചിയും അത് ശരിവെക്കും. ഇതാ ഇവിടെ റുക്കിയ അവൾ വീണ വീഴ്ചയിൽ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവള് അതുവഴി മുൻപോട്ടേക്ക് നടക്കും. റുക്കിയ ആണെങ്കിൽ അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഹോലോസ് അവൾ റൗണ്ട് ചെയ്യാണ്. അവൾ ഉടനെ അവളുടെ സ്ക്വാഡ് സമ്പത്തു അതുപയോഗിച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവറ്റകളാണെങ്കിൽ വീണ്ടും അവിടേക്ക് കൂടി വന്ന് അവളെ റൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി അവിടെ നിന്നാൽ വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി റുക്കിയ ആണെങ്കിൽ ഒരു ഭാഗത്തുള്ള ഹോലോസിനെ അങ്ങനെ വെട്ടിയിട്ട് അതുവഴി മുൻപോട്ടേക്ക് പോവാണ്. അല്പദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും എന്തോ ഒന്ന് അവളുടെ മുന്നിലൂടെ മിന്നിമായുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുക. അത് മറ്റൊന്നുമല്ല, ഒരു മാനോ ആണ്. അവിടെ മുഴുവനും ഇപ്പോ മാനോസ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അവൾ കാണും. സാധാരണ ഹോലോസിനെ കഴിഞ്ഞും പവർ കൂടുതലാണ് മാനോസിന്. സോ അവളെ കൊണ്ട് അത്ര എളുപ്പത്തിൽ
ഒരു വലിയ കൂട്ടം മാനോസിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അത് അവൾ തിരിച്ചറിയും. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ മാനോസ് അവറ്റകളാണെങ്കിൽ അവറ്റകളുടെ പവർ അങ്ങനെ കമ്പൈൻ ചെയ്ത് അവളെ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ ഉഷാറായിട്ട് ഓടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവരവളെ തട്ടി താഴെയിട്ട് അവൾക്ക് നേരെ പവർ അയക്കും. ആ പവർ അവളെ കീഴടക്കാനായിട്ട് അവളുടെ തൊട്ടടുത്ത് എത്തേണ്ട താമസം അടുത്ത നിമിഷം ആരോ ഒരാൾ അവിടേക്ക് ചാടി വീണ് ആ മാനോസിനെ അവറ്റകളെ അങ്ങനെ വെട്ടിയെറിയും. റുക്കിയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് തെന്നി മാറുകയാണ്. റുക്കിയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയി അവളെ സേവ് ചെയ്യാൻ വന്ന ആളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കും. അവന്റെ കയ്യിൽ ഒരു സാമ്പത്തും ഉണ്ട്. ഇനി ഇതൊരു പക്ഷേ സോൾ സൊസൈറ്റിയിലുള്ള ആരെങ്കിലും ആയിരിക്കും ചിന്തിച്ച് അവൾ അങ്ങനെ അവനെ തന്നെ നോക്കുകയാണ്. പക്ഷെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. എത്രയൊക്കെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലാവില്ല. ടീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഹോലോസിനെ എല്ലാം തകർത്ത് കളഞ്ഞ് ഇപ്പൊ റുക്കിയുടെ പിന്നാലെ വരും. റുക്കിയുടെ പേടിയും ഹാർട്ട് ബീറ്റും അതങ്ങനെ കൂടി കൂടി വന്ന് അവളിപ്പോ സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ആ ഒരു ക്രീച്ചർ അവളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. റുക്കി അവളുടെ സ്പീഡ് കൂട്ടും. അടുത്ത നിമിഷം അത് അവളുടെ മുൻപിലേക്ക് വരികയാണ്. റുക്കി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് അത് റുക്കിയെ പിടിച്ചു വലിച്ച് അതിന്റെ ബേസിലേക്ക് കൊണ്ടുപോകും. റുക്കിയാണെങ്കിൽ കുതിര ഓടാൻ കഴിയില്ല. വേറെ വഴിയില്ലാതെ അതിനോടൊപ്പം റുക്കി എവിടേക്കോ പോവും. കട്ട് ചെയ്ത ഇനിയറും ഹൈ ലെവൽ പവർഫുള്ളും ആയ അരങ്കാസ് അവറ്റകളാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഇതാ ആ ഒരു ക്രീച്ചർ അതാണെങ്കിൽ റുക്കിയെ കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. റുക്കിയ്ക്കാണെങ്കിൽ ഇപ്പോഴും അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവളാണെങ്കിൽ അതിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ആരാണ്? ഹോളോസിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? ഇപ്പൊ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതാണെങ്കിൽ റുക്കിയുടെ ചോദ്യങ്ങൾ കേട്ട് ഇറിറ്റേറ്റഡ് ആവുകയാണ്. റുക്കിയാണെങ്കിൽ നിർത്താതെ വീണ്ടും വീണ്ടും ചോദിക്കും. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ ഒരു സോൾ റീപ്പർ ആണെന്ന്. സത്യം പറയും, ഈ ഹോളോ വേൾഡില് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അത് കേട്ട് കൺട്രോൾ പോയ ആ ക്രീച്ചർ അതിന്റെ സ്ക്വാഡ് അങ്ങനെ ഉയർത്തിയെടുത്ത് ഇപ്പൊ അവൾക്ക് നേരെ ആഞ്ഞു വീശും. റുക്കിയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷെ അവനാണെങ്കിൽ കലി കയറി വീണ്ടും വീണ്ടും അവളെ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ഇച്ചിഗോ ടീം അവരാണെങ്കിൽ നിർത്താതെ റുക്കിയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ എവിടെയും റുക്കിയെ മാത്രം കണ്ടെത്താൻ അവരെ കൊണ്ടാവില്ല. അവര് ആ ഒരു സ്ഥലം മുഴുവൻ കയറി ഇറങ്ങി നടക്കും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരെ ഒരു കൂട്ടം ഹോലോസ് അങ്ങനെ റൗണ്ട് ചെയ്യാണ്. അവര് ഹോലോസിനെ തകർക്കാൻ റെഡിയാവുമ്പോൾ ആ ഹോലോസിനും മീതെ ഫ്ലൈ ചെയ്ത് നാനോസ് അവറ്റകളും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ വരും. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ആ ഗ്യാപ്പിൽ നാനോസ് ആണെങ്കിൽ ആ ഹോലോ കുഞ്ഞിപ്പെണ്ണിന്റെ ബ്രദേഴ്സിനെ അവറ്റകളെ അങ്ങനെ തട്ടിയെടുത്ത് അവിടുന്ന് പറന്നു പോവാണ്. നമ്മുടെ ആൾക്കാര് ഒരു നോക്കി നിൽക്കുന്ന അതേ ഗ്യാപ്പില് അവറ്റകളെയും കൊണ്ട് ദൂരേക്ക് പോവും. അവർക്ക് എന്താ ചെയ്യണ്ടേ, എങ്ങനെ അവർ രക്ഷപ്പെടുത്തണം എന്നൊന്നും അറിയില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ പകച്ചു നിൽക്കുന്ന സമയം ഒരുപാട് നാനോസ് അവറ്റകൾ അങ്ങനെ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യും. എങ്ങനെ അവറ്റകളെ തോൽപ്പിച്ച് പുറത്തു കിടക്കുമെന്ന് ചിന്തിച്ച് നമ്മുടെ ആൾക്കാർ കൺഫ്യൂസ്ഡായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.